എന്തേലും ആട്ടെ, ഇവിടെ ഇറങ്ങാൻ പോയി സാധനം കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ നിങ്ങൾ അമ്പ് വില്ലിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ അത് വരുന്നവരെ ആട്ടെ എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതുകൊണ്ടെന്നൊക്കെ പറഞ്ഞ അവസാനം അത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റും. അതുകൊണ്ട് ഇന്നും പറയാതെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലോണം ശ്രമിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് സാധാരണ ഉള്ളതിലും ഭയങ്കരമായിട്ട് എനർജിയിലാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. ഹലോ, സന്തോഷം. എനിക്ക് ഞാൻ പേടിച്ചാ വന്നത്. അല്ല, കഴിഞ്ഞ തവണയൊക്കെ കണ്ടതിനേക്കാൾ കൂടുതൽ എനർജി നമുക്കിവിടെ മുഖത്ത് കാണുന്നുണ്ട്. ഓ, താങ്ക് യു. ഇങ്ങനെയൊന്നും നമുക്ക് പറ്റില്ലെന്നേ. സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ നല്ലതോ ചീത്തയെന്ന് അറിയാം. അതിന് മുമ്പ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയപ്പോൾ നല്ലത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്ന പോലെയല്ല സിനിമ. സിനിമ എടുത്തുണ്ടാക്കി നന്നാക്കിയുള്ളൂ. ഈ സിനിമയുടെ മെയിൻ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കണ ഈ നായികയാണ്. ഇവർ തമ്മിൽ കാമുകന്മാരോ പെങ്ങളോ സിസ്റ്ററോ സഹോദരിയോ പെങ്ങളെ അമ്മയോ ഒന്നുമല്ല. നോ ബന്ധം. പെടുത്തണത് അയാളെ കൊണ്ട്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും നായികക്കാണ് പ്രാധാന്യം. സിനിമ 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 കൂളിംഗ് ഗ്ലാസ് ഇല്ലെങ്കിലും കാറില്ലെങ്കിലും സിനിമ. ഓഡിയൻസ് മാറിയാലും സിനിമ മാറുള്ളൂ. ഓഡിയൻസാണ് സിനിമ മാറ്റുന്നത്. ഒടുവിലത് കാണാതിരിക്കും, നല്ലത് കാണുമ്പോൾ നാച്ചുറലി സിനിമ നന്നാവും. നല്ല ഓഡിയൻസ് ഉള്ളിടത്ത് നല്ല സിനിമ ഉണ്ടാവുള്ളൂ. അതിലൊന്നും തർക്കമൊന്നുമില്ല. ഇദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം വളരെ യാദൃശ്ചികമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തതിൽ ആയി പോയതാണ്. സ്വന്തം കോസ്റ്റ്യൂം തന്നെയാണ് അപ്പൊ യൂസ് ചെയ്തത്? നമസ്കാരം. ഉപചാരങ്ങളെല്ലാം കഴിഞ്ഞ് സംസാരിച്ചു. ഇത് ടർബോ സിനിമയുടെ പ്രൊമോഷണൽ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളതാണ്. കുറേ ദിവസമായിട്ട് ഞങ്ങൾ ഇങ്ങനെ അലഞ്ഞിരിക്കുകയാണ്. ആളുകളെ ഓരോ സ്ഥലത്ത് പോയി കണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദുബായിലാണ് ഇത് അവസാനിക്കുന്നത്. ദുബായിലൊന്ന് ഞങ്ങളിവിടെ ഇതിൻ്റെ ടീസറിൻ്റെ ലോഞ്ചിന് വന്നിരുന്നു. അന്ന് നിങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ചവങ്ങൻ തീരട്ടെ എന്ന് കരുതിയാണ് ലാസ്റ്റ് മൊമെൻ്റ് ആണെങ്കിലും ദുബായിലെ പ്രസിനെ ഒന്ന് കാണുന്നത്. സിനിമ ഒരു വലിയ സംരംഭമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഏകദേശം 110 ദിവസത്തോളം നമ്മൾ ഷൂട്ട് ചെയ്തു. 185-90ഓളം നടീനടന്മാരുണ്ട്. അതിനനുസരിച്ചുള്ള മറ്റ് സാങ്കേതിക വിദഗ്ധരും എഴുത്തുകാരും അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരുപാട് കാലത്തെ പരിശ്രമമാണ്. സിനിമ ഏകദേശം 7 മാസമായി നമ്മൾ സിനിമ ആരംഭിച്ചിട്ട്. സിനിമ ഇപ്പോഴാണ് റിലീസാവാൻ വരുന്നത്. ഞങ്ങൾ മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമയാണിത്. ഞങ്ങൾ ഇതുവരെ എടുത്തതിൽ ഏറ്റവും ചെലവേറിയ സിനിമയാണ്. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയും ലേശം ടെൻഷനൊക്കെ ഉള്ളൊരു സിനിമയാണ്. അതുകൊണ്ടല്ല, സിനിമ ഏതൊരു സിനിമയും നമ്മൾ സിനിമ റിലീസായ മുൻപ് നിർമ്മാതാവ് മരിച്ചൊരു ആക്ടർ എന്നല്ലേ ടെൻഷൻ. ഒരു ലേശം സംഭ്രമം ഉണ്ടാവും നമുക്കെല്ലാവർക്കും. എനിക്കും അതുകൊണ്ടില്ല എന്ന് പറയില്ല, എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇത് നമ്മൾ പ്രേക്ഷകൻ്റെ മുമ്പിലേക്കൊരു സിനിമ ഇറക്കുമ്പോൾ ഇത് എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളതിനെ പറ്റി വലിയ ആകാംക്ഷ ഉണ്ടാകും. പലപ്പോഴും പോസിറ്റീവ് ആകണമെന്ന് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയുള്ളൊരു നെഞ്ചിരിപ്പ് കുറച്ച് നേരെ ഏതായാലും ഉണ്ടാകും. അത് ഇല്ലെന്ന് പറയുന്നത് സത്യമാവില്ല. ഏതായാലും ഇതുവരെയും ഒരു വലിയ റിലീസാണ് ഇതിൻ്റെ നമ്മുടെ ട്രൂത്ത് ഗ്ലോബൽ ചെയ്യുന്നത്. 23-ാം തീയതിയാണ് റിലീസ്. നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. ഈ സിനിമയുടെ ഒരു പ്രൊമോഷനാണെന്ന് വിചാരിച്ച് സിനിമയെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അധികം നേരം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഏതായാലും സന്തോഷം. മിഥുൻ, തീർച്ചയായിട്ടും 2 വാക്ക് കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. ഓസ്ലറിന് ശേഷം ഈ ഒരു സിനിമ വരികയാണ്. ഒപ്പം മമ്മൂക്കയുടെ ഒരു ഫുൾ ഓൺ മൂവിയാണിതെന്ന് പറയാം. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് രണ്ടുപേരും കൂടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു കഥാപാത്രം ഇങ്ങനെ എഴുതുന്ന സമയത്ത്? എക്സൈറ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് പറഞ്ഞ പോലെ പേടിച്ച് കുറച്ച് സംരംഭത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്തതിൽ, മമ്മൂട്ടി കമ്പനിയുടെ മാത്രമല്ല, ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും വലിയ സിനിമയാണ്. വലിയ സമത് ഒരു വലിയ റിലീസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല റെസ്പോൺസാണ്. ട്രെയിലറിന് നല്ല റെസ്പോൺസാണ്. അപ്പം ഒരു വലിയ റിലീസിലേക്ക് ഞങ്ങളുടെ സിനിമ എത്തുമ്പം അതിൻ്റെ ഒരു ആകാംക്ഷ, സംരംഭം എല്ലാം ഉണ്ട്. പിന്നെ വൈശാഖേട്ടൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം നല്ല ടെക്നീഷ്യന്മാരും നമുക്ക് പറഞ്ഞ പോലെ 100-ഓളം ആർട്ടിസ്റ്റുകളും 110 ദിവസത്തോളം ജോലി ചെയ്ത് പുറത്തിറക്കുന്ന ഒരു സിനിമ.
ഒരു എൻ്റർടൈനർ ഒരുക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ട്രെയിലർ നിങ്ങൾ കണ്ടതാണ്, പടത്തിൻ്റെ സ്വഭാവം എന്താണെന്നും ജോണർ എന്താണെന്നും ഒക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. 23-ാം തീയതി സിനിമ എത്തുന്നു, എല്ലാവരും കാണണം. നിങ്ങളുടെ പ്രതികരണം പോസിറ്റീവായിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. Thanks so much, Mithun. And we have Mr. Rashmi Shetty. How was your experience working with Mammootty? Yeah, it was a great experience. Namaskaram. So, my character name is Vetrivel Shanmugasundaram. And he's a very confident man, and he has some goals. And to achieve that, I think he'll be walking any route. And to play such a big role in front of such a big legend was a little scary and, of course, intimidating. പക്ഷേ അവരൊരു നല്ല ഒരു അക്കമ്പനി ചെയ്യുന്ന ഒരു ആക്ടറാണ്. He always teaches you to, like, you know, if you are a little uncomfortable, he senses it and he makes you comfortable. The first day was a little scary because it was a very big monologue, and in this cinema I speak Tamil. എനിക്ക് തമിഴ് അറിയില്ല, മലയാളം കുറച്ചും കൂടി അറിയും. And in the last moment, actually, I by-hearted the dialogue and came to the set because I'm acting in front of him. I was already a little scared, and then suddenly director asked me to speak in Malayalam, and that was almost like, you know, one-page monologue, and sir was doing nothing in the scene, staring at me because that was his scene. Now you need to speak Malayalam in front of the legend. And I knew that, like, you know, am I speaking all right? Like, you know, is it fine and everything? And then fortunately he could sense that, like, you know, I'm a little uncomfortable and little conscious. Then he actually, you know, casually, this can be told like this can be told like this, and he guided me. And then I could sense that he's not judging me. Now I can actually do better. So that is how, like, you know, it was a very good experience. And the whole technician list, they were very passionate, and even though I'm a director, it was a film school for me because the way they are operating, the way he had written, I was learning and observing everything because it's a big canvas. I have never worked in this big canvas. So it was a great experience. Thank you so much. And we have Anjana Jayprakash. ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട് ഹംസധ്വനിക്ക്. അതിനുശേഷം വീണ്ടും നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു സിനിമയിലൂടെ. എന്താണ് അഞ്ജന ഈ ഒരു സിനിമയിൽ ചെയ്യുന്നത്? നമസ്കാരം. ഇതിലെൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഇന്ദുലേഖ എന്നാണ്. മലയാളത്തിൽ എൻ്റെ രണ്ടാമത്തെ പടത്തിൽ തന്നെ ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ, മമ്മൂക്കയുടെ കൂടെ, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ, മിഥുൻ ചേട്ടൻ എഴുതിയ പടത്തിൽ, വൈശാഖ് സർ സംവിധാനം ചെയ്ത പടത്തിൽ അഭിനയിക്കുക, ഇറ്റ് ഈസ് മൈ ബ്ലെസ്സിങ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്കൊരു വെരി സ്ട്രോങ് കാസ്റ്റ് ആൻഡ് ക്രൂ. ട്രെയിലറിന് കിട്ടിയ നല്ല റെസ്പോൺസ്, ഞങ്ങളെല്ലാം എക്സൈറ്റഡ് ആണ്, ഞങ്ങളെല്ലാം നെർവസും ആണ്. അപ്പോൾ 23rd വെയിറ്റ് ചെയ്യുന്നു. Hopefully it will be a great film. Thank you. സമദ് ഭായി ഉണ്ട്. സമദ് ഭായി, ഇപ്രാവശ്യം ഈ ഒരു സിനിമ ഒരു ഗംഭീര റിലീസാണ് നിങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മമ്മൂക്കയോടൊപ്പമുള്ള 10ാമത്തെ ചിത്രം, പോസ്റ്ററും കൂടി ചേർന്ന് നോക്കുകയാണെങ്കിൽ 11 എന്ന് പറയാനായിട്ട് പറ്റും. എങ്ങനെയുണ്ട് ഇപ്രാവശ്യം? എന്തൊക്കെയാണ് നിങ്ങൾ മെയ് 23 ഒരുക്കിയിരിക്കുന്നത്? സമായിക്കും. നമസ്കാരം. ലോകമെമ്പാടുള്ള മലയാളികൾ, ഇന്ത്യക്കാർ, പല രാജ്യക്കാർ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല രാജ്യക്കാരും മമ്മൂക്കയ്ക്ക് കൊടുത്തിട്ടുള്ള അംഗീകാരവും സ്നേഹവും, അതിൻ്റെ ഒരു നല്ലൊരു അംശം ട്രൂത്തിലും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇക്കയ്ക്ക് കൊടുത്തിട്ടുള്ള ആ അംഗീകാരവും സ്നേഹവും ഇത്രയും നാൾ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഈ ഞങ്ങളുടെ വലിയൊരു സിനിമയ്ക്കും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാ അതിനു വേണ്ടിയിട്ട് നിങ്ങളോട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. റൈറ്റ്. അപ്പോൾ ടർബോയുടെ പ്രസ് മീറ്റ് ആണ് ഇതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു സിനിമയുമായി ബന്ധമുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കാനുള്ള കാര്യം ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ ദ Q&A സെഷൻ ഈസ് ഓപ്പൺ. എല്ലാവരും വലിയ ഗൗരവത്തിരിക്കുകയാണ്. എന്താണെന്ന് വിഷയമില്ല, ചിരിക്കാം, സമാധാനമായിട്ടിരിക്കാം, ഞങ്ങളൊക്കെ റിലാക്സ് ചെയ്യട്ടെ. നിങ്ങളുടെ മുഖം കാണുമ്പോൾ നമുക്ക് ടെൻഷനാവും. ഒന്ന് നിങ്ങളൊന്ന് ബ്രേക്ക് പിടി. എല്ലാവരും നമുക്കും ഒരു ടെൻഷനാവും. നമ്മൾ എന്ന് കാണുന്നവരല്ലേ. ഇപ്പം നമുക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പലതരം ജോണറുകളുടെ സിനിമ, ഇപ്പോൾ പുഴു, അതുപോലെ നട്പകൽ നേരത്തെ മയക്കം, റോഷാക്ക്, ഭ്രമയുഗം, ഇങ്ങനെ പല ജോണറുകൾ കടന്നുപോയി അവസാനം ഇത് വീണ്ടും ഒരു മാസത്തിലേക്ക് മധുരാജ് പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ഭീഷ്മോറം പോലെ എന്തുമാത്രം പ്രതീക്ഷയുടെ ഒരു ഭാരമുണ്ട് ഇതിലേക്ക്? ഇത് ഈ പറഞ്ഞ പോലത്തെ സിനിമയൊന്നും അല്ല.
മാസ് സിനിമയാണെന്ന് ഇപ്പോഴും നമുക്കൊരു ബോധ്യമായിട്ടില്ല. ഇത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന സിനിമയാണ്, പക്ഷേ മാസ് രംഗങ്ങളൊക്കെ ഉണ്ട്. ഇതിന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, മാസ് സിനിമ ആണോ എന്താണ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം മാസിനും ക്ലാസ്സിനും അത് രണ്ടും അല്ലാത്ത ആളുകൾക്കും സാധാരണക്കാർക്കും പാമരനും എന്താ പറയുക പണ്ഡിതനും ഒക്കെ കാണാവുന്ന സിനിമയായിട്ടാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ ഇതിൻ്റെ ആർക്കൊക്കെ ഇഷ്ടപ്പെടും ആർക്കൊക്കെ ഇഷ്ടപ്പെടില്ല എന്ന് നമുക്കിപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ആളുകൾ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. അതും ഒരു സന്തോഷവും ഒരു പേടിയുണ്ട്. എന്തേലും ആട്ടെ, ഇവിടെ ഇറങ്ങാൻ പോയി സാധനം കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ നിങ്ങൾ അമ്പ് വില്ലിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ അത് വരുന്നവരെ ആട്ടെ എന്നുള്ളത് എനിക്കതിനെ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതുകൊണ്ടെന്നൊക്കെ പറഞ്ഞ അവസാനം അത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ ചുറ്റും. അതുകൊണ്ട് ഇന്നും പറയാതെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലോണം ശ്രമിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഈ ആർട്ടിസ്റ്റായാലും ശരി, ടെക്നീഷ്യനായാലും ശരി, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും നമ്മളെ കോപ്പറേറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് രാത്രിയും പകലും ലൈറ്റും. സിനിമയുടെ ഒരു ഭൂരിഭാഗം നടക്കുന്ന വേദരാശിയിലാണ്. അവിടെ ഒരു രാത്രി സീനുകൾ ഒരുപാടുണ്ട്. ആളുകൾ രാവിലെ ഉറക്കം വെച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ ഇതുവരെ ഉറങ്ങിയിട്ടില്ല, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇദ്ദേഹത്തിന് അങ്ങനെ എഴുത്തുകാരനായതുകൊണ്ട് ഡയറക്ടർക്ക് പകരം വന്ന ആളാണ്. അപ്പോൾ അല്ല, എഴുത്തുകാരനോട് ചേർത്ത് ഡയറക്ടറെ കൂടെ ചേർത്ത് വന്നതാണ്. പിന്നെ മറ്റ് ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ പ്രൊമോഷനും കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. കുറച്ചൊക്കെ ഇനിയിപ്പോൾ സിനിമ നന്നായിപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ഒന്നുകൂടെ കാണാം. അതൊക്കെ തന്നെ ഉള്ളൂ, വേറെ ഒന്നും പറയാനുള്ള ആരോഗ്യം ഇല്ല. നമസ്കാരം മമ്മുക്ക. ഓരോ സിനിമകളും ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സക്സസിലേക്ക് ചിലപ്പോൾ എത്തിയെന്ന് വരത്തില്ല. ചിലപ്പോൾ വിചാരിക്കാത്ത സക്സസ് സിനിമ ഇൻഡസ്ട്രിയിൽ പല സിനിമകൾ എടുക്കുമ്പോഴും അങ്ങനെയാണ്. മമ്മൂക്കയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും പ്രേക്ഷകർ വലിയ തോതിൽ കൈനീട്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു സക്സസ്, തുടർച്ചയായിട്ടുണ്ടാകുന്ന സക്സസ് പുതിയൊരു പ്രോജക്റ്റിനെ സമീപിക്കുമ്പോൾ അത് വലിയൊരു പ്രഷറായിട്ട് മാറാറുണ്ടോ? എങ്ങനെയാണ് ആ ഒരു തുടർച്ചയായിട്ടുള്ള സക്സസ് പുതിയ സിനിമകളെ സമീപിക്കുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്നത്? സക്സസ് നമ്മൾ തലയിൽ കേട്ടായിരുന്നാൽ മതി. പഴയ നോർമലായിട്ടിരുന്ന ടെൻഷനൊന്നുമില്ല. ഇതിനു മുമ്പ് ഇതൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം എടുക്കാൻ പോകുന്ന സിനിമയാണ്. ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ അങ്ങനെയാണ്. ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ അടുത്താണ് അഭിനയിക്കാൻ പോകുന്നത്. എൻ്റെ ആദ്യത്തെ സിനിമ. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉള്ളു. അത്രയും സ്ട്രെയിനും എഫർട്ടും ആശങ്കകളൊക്കെ ഉള്ള ആളാണ്. സിനിമ സക്സസ് ആകുക, സക്സസ് ജീവിതത്തിലും നമ്മുടെ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടാവും. അത് സിനിമ എപ്പോഴും ഉണ്ടാവും. ഞാനിപ്പോൾ 42 400 സിനിമകൾ അഭിനയിച്ചത് എല്ലാം സക്സസ്ഫുൾ അല്ല, എല്ലാം ഫെയിലിയറും അല്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ തന്നെ സിനിമയിലും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. സിനിമ അല്ലാതെ വേറെ വഴിയില്ല. സിനിമ എടുക്കുകയോ അഭിനയിക്കുകയോ ചെയ്യണം. അത് ഒടുകയില്ല എന്നുള്ളത് ആലോചിച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ചാവട്ടെ എന്ന് വിചാരിച്ചാൽ ഇറങ്ങല്ലേ. നമ്മളെല്ലാം അങ്ങനെയാണ്. ജീവിതം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികളോ വിജയങ്ങളൊക്കെ ഉണ്ടാകാം. അത് നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ആവേശം വെളിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്താൽ പോലും നമ്മുടെ ജീവിതം മുന്നോട്ട് തന്നെ പോവുകയാണ്. ഞാൻ ഒരുപാട് ഫിലോസഫിയായിട്ട് പോയത്. പണ്ട് ബാനറുകൾ നോക്കിയിട്ടായിരുന്നു എല്ലാവരും സിനിമക്ക് പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അതിപ്പോ വീണ്ടും തിരിച്ചു വരുന്നത് പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ മമ്മൂട്ടി കമ്പനി സിനിമ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ അതെ, മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ എൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ ആ ഒരു വലിയ ബാധ്യതയുണ്ട് സിനിമയ്ക്ക്. എന്ന് വെച്ചാൽ ഈ ആളുകളുടെ നമ്മുടെ കുറച്ച് നല്ല സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഈ കൂടെ. അപ്പോൾ അതുപോലെ നമ്മൾ ഇറക്കുമ്പോൾ നമ്മൾ നല്ല സിനിമകളായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതും ഒരു വലിയ ചുമതലയാണ്. ബാധ്യതയാണെന്ന് ഞാൻ പറയുന്നത്. ഇതൊരു ചുമതലയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് നന്നാക്കി എടുക്കേണ്ട ഒരു ചുമതലയുണ്ട് എനിക്ക്. കാരണം വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ അടുത്ത് വരുന്നത്. വിശ്വാസം നമ്മുടെ ബാധ്യതയല്ല. അപ്പോൾ നമ്മൾ അവരോട് ചുമതലയാണ് നന്നാക്കി എടുക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഈ പറയുന്ന പോലെ അത്യാവശ്യം ഞാനൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ആ പ്രവണത ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ബാനറുകൾക്ക് ഒരു പ്രശ്നമല്ല. അല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലെന്നേ. നമ്മൾ ഇപ്പോൾ ആളുകൾ ഇറങ്ങുമ്പോഴേ സിനിമയെ പറ്റിയുള്ള ഒരുവിധം എല്ലാ ഹിസ്റ്ററി പ്രൊഫൈലും ഒക്കെ അറിയാം. അപ്പോൾ ഇന്നതുപോലെ ആയിരിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം പ്രൊഡിക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ബാനർ വാല്യൂ ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, പണ്ടുമുണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അറിയാത്തൊരു ബാനർ വന്നാലും വരില്ലേ. ഇപ്പോൾ ഒരു വലിയ സംവിധായകനും അതുപോലത്തെ നടീനന്മാരൊക്കെ വന്നാലും ബാനർ പിന്നീട് രണ്ടാമതേ വരുള്ളൂ. പക്ഷെ ബാനറിനകത്ത് ചിലപ്പോൾ ഈ നടീനന്മാരില്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ സിനിമ കാണുമ്പോൾ അങ്ങനെയുണ്ട്. നമുക്ക് സാധാരണ ഉള്ളതിലും ഭയങ്കരമായിട്ട് എനർജിയിലാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. ഹലോ, സന്തോഷം. എനിക്ക് ഞാൻ പേടിച്ചാ വന്നത്. അല്ല, കഴിഞ്ഞ തവണയൊക്കെ കണ്ടതിനേക്കാൾ കൂടുതൽ എനർജി നമുക്കിവിടെ മുഖത്ത് കാണുന്നുണ്ട്. ഓ, താങ്ക് യു.
മിഥുനോടാണ്. പിന്നെ മിഥുൻ, ഈ സിനിമയിൽ മമ്മൂക്കയുടെ ഫൈറ്റ് സീനുകൾ അതുപോലെ തന്നെ മറ്റു ആക്ഷൻ സീനുകളൊക്കെ ഭയങ്കര എനർജിയാണ് കാണാനുള്ളത്, ഇപ്പോൾ ട്രെയിലർ കണ്ട സമയത്തൊക്കെ. അപ്പോൾ ഇതിൽ മിഥുനായിട്ട് എന്തെങ്കിലും എക്സ്ട്രാ എഫേർട്സ് എടുത്തിട്ടുണ്ടോ? മമ്മൂക്കയുടെ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് മിഥുൻ്റെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഞാൻ സത്യം പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയുടെയും മമ്മൂട്ടിയുടെയും വൈശാഖേട്ടൻ്റെയും പുറകിൽ ഒളിച്ചു നിൽക്കുന്ന ഒരാളാണ്. റിയാലിറ്റിയിൽ അതാണ് സത്യം. കാരണം നമ്മൾ എഴുതി കൊടുത്ത് ഇവിടെ ആക്ഷൻ സംഭവിക്കുന്നു, അതിൻ്റെ പ്രീയും അതിൻ്റെ പോസ്റ്റും അല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആക്ഷൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ സംവിധായകന്റെ പ്രതിനിധിയായി വന്നു. അതെ, കുഴപ്പമില്ല, പറയാം. അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കുമ്പം സംവിധായകൻ കൂടെയാണ്. അതെ. അപ്പോൾ ഇത് നമ്മൾ എഴുതി കൊടുക്കുന്നു, നമുക്ക് അതിനടുത്ത് പറയുന്നു, വൈശാഖൻ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തതിന് ശേഷം ഈ ആക്ഷൻ സീക്വൻസ് അദ്ദേഹമാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം വൈശാഖേട്ടനും ഷമീർ മുഹമ്മദും നമ്മുടെ സ്റ്റണ്ട് മാസ്റ്റർ ഫീനിക്സ് ലോഗും എല്ലാം ചേർന്ന് നമ്മൾ കുറച്ച് റിഹേഴ്സ് ചെയ്ത് ഇത് ഫൈറ്റ് ഷൂട്ട് ചെയ്ത് ശേഷം മമ്മൂക്കെ കൊണ്ടുവന്ന് കാണിച്ച് ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മമ്മൂക്ക് അതിന് വേണ്ടി വളരെ ആവേശത്തോടു കൂടി നന്നായി കഷ്ടപ്പെടുന്ന എല്ലാവരും കൂടി ചെയ്തതാണ് ഇതിലെ ഫൈറ്റ് സീക്വൻസ്. അപ്പോൾ അതിലെ ഫൈറ്റ് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഞാനില്ലാതെ. നമ്മളെ ബാക്കിയുള്ളെല്ലാം ഡമ്മി ആക്ടേഴ്സിനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ആ സീനുകളാണ്. ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇനി അടുത്ത് വരാൻ പോകുന്നത് എന്താണ്, നമുക്ക് അടുത്ത ഷോട്ട് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരുപാട് എക്സസൈസോ പ്രാക്ടീസോ ഒക്കെ അധികം വേണ്ടി വന്നില്ല. ഇങ്ങനെ കിടക്കിടാന്ന് എടുക്കും. പക്ഷേ 1-2 പ്രാവശ്യം ഒന്നും എടുത്ത ഫൈറ്റൊന്നും അത്ര ശരിയാവില്ല. നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് നിങ്ങൾ കാണുന്നത്. ആ ആക്ഷൻ സീക്വൻസിൽ എനർജിയൊക്കെ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന ഇദ്ദേഹം അത് വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും ചേർന്ന് ചെയ്തതാണ്. അപ്പം പ്ലാനിങ് ഉണ്ടായിരുന്നു അതിൻ്റെ പുറകെ. അതുപോലെ തന്നെ ഇപ്പോൾ താങ്കളുടെ ഇപ്പോൾ കഴിഞ്ഞ കുറേ സിനിമകൾ താങ്കൾ ബാക്ക് ചെയ്ത ഒരുപാട് സിനിമകൾ ഇപ്പം സസ്പെൻസ് ത്രില്ലറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ടെർബോ പോലെയുള്ള സിനിമകളാണ്. ആട് പോലെയുള്ള ഒരു സിനിമ ഇനി തീർച്ചയായും അനൗൺസ് ചെയ്തല്ലോ. ആട് 3 ഞാൻ സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമ ആട് 3 ആയിരിക്കും. ഓക്കെ, അടുത്ത് വരും. ഇപ്പോൾ ഇവിടെ ടെർബോ തന്നെ ഇപ്പം ഓവർസീസിലൊക്കെ വ്യാപകമായി റിലീസ് ചെയ്യുന്നുണ്ട്. ജർമ്മനിയിൽ വലിയ കൂടുതൽ തിയേറ്ററുകളും ഷോകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പം മലയാള സിനിമയുടെ ഈ 2024 ഫസ്റ്റ് ക്വാർട്ടറിൽ എത്തുമ്പോൾ തന്നെ 1000 കോടിയുടെ കണക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ മലയാള സിനിമയെ എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യും സാമ്പത്തികമായി? തീർച്ചയായും വലിയ ആവേശമല്ലേ നമുക്ക് തരുന്നത്. മഞ്ഞുമൽ ബോയ്സ് ആയാലും പ്രേമലു ആണെങ്കിലും ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഭ്രമയുഗമാണെങ്കിലും ആവേശം ഒരുപാട് സിനിമകൾ ഇങ്ങനെ നമ്മുടെ ബോക്സ് ഓഫീസിൻ്റെ പരിധികൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇനി നമ്മൾ ചെയ്യുന്ന സിനിമകൾക്കും പിന്നാലെ വരുന്ന സിനിമാ പ്രവർത്തകർക്കും മറ്റു ഭാഷയിൽ നമ്മുടെ സിനിമകൾ സ്വീകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ എനർജി തന്നെയാണ്. പിന്നെ ഇൻഡസ്ട്രിയിൽ പണം വന്ന് വീഴുക എന്ന് പറയുന്നത് എന്തുകൊണ്ടും തിയേറ്റർ വ്യവസായത്തിനും നടീനടന്മാർക്കും ടെക്നീഷ്യന്മാർക്കും എഴുത്തുകാർക്കും എല്ലാവർക്കും നല്ലതല്ലേ. അപ്പോൾ തീർച്ചയായും മലയാള സിനിമയുടെ ഏറ്റവും നല്ല വർഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് സിനിമാ പണ്ഡിറ്റുകൾ പറയുന്നു. അത് ഒരുപാട് സന്തോഷം. ഇതിങ്ങനെ എല്ലാ വർഷവും ആവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ സിനിമ മാത്രമല്ല, എല്ലാവരുടെ സിനിമകളും വലിയ വിജയങ്ങളാവട്ടെ, പ്രേക്ഷകർ നിരന്തരം തിയേറ്ററുകളിലേക്ക് എത്തട്ടെ, മറ്റു ഭാഷകളിൽ മലയാള സിനിമ ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടതിൽ കൂടുതൽ സ്വീകരിക്കപ്പെട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് ഇനിയിപ്പം ആ ലെവലിലൊക്കെ ആയിരിക്കും ആൾക്കാർ പ്രൊജക്റ്റുകൾ ഡിസൈൻ ചെയ്തുകൊണ്ട് വരിക. നല്ലതാണ്. എന്തുകൊണ്ട് ടെർബോയോടൊപ്പം തന്നെ ചെറിയ സിനിമകൾ, ചെറുതെന്ന് പറയാൻ പറ്റില്ല, അതാ മറ്റ് ചില സിനിമകളും പേടിയോടുകൂടി തന്നെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അവർ പറയുകയും ചെയ്തു. പിന്നെ മമ്മൂക്കയുടെ സിനിമ വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊന്നും നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ലെന്നേ. സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ നല്ലതോ ചെയ്തതെന്ന് അറിയാം. അതിന് മുമ്പ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ നല്ലത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്ന പോലെയല്ല സിനിമ എടുത്തുണ്ടാക്കി നന്നാക്കിയുള്ളൂ. ഇപ്പം എല്ലാവർക്കും സ്പേസ് ഉണ്ട് സിനിമയ്ക്ക്. അതിന് പഠിക്കണ്ടേ. നമുക്ക് ഈ സിനിമയെ സീരിയസ് ആയിട്ട് വിലയിരുത്തുന്നവരായാലും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരായാലും ഒക്കെ പറയുന്നത് നമുക്ക് സമീപകാലത്തായുള്ള സിനിമകൾ നോക്കിയാൽ ഇപ്പോൾ നന്മകൾ നേരത്തെ മയക്കം, കണ്ണൂർ സ്ക്വാഡ്, അത് കഴിഞ്ഞ് ഭ്രമയുഗം, ഇപ്പോൾ ടെർബോയിലോട്ട് വരുമ്പോൾ ഓരോന്നിനും പുതുമയ്ക്കായി എപ്പോഴും ചെവി കൊടുക്കുന്നു. അതിപ്പോൾ പുതുമുഖ എഴുത്തുകാരായാലും സംവിധായകരായാലും അവർക്ക് കൈ കൊടുക്കുന്നു. അപ്പം ഈ ഒരു നിർബന്ധബുദ്ധി വ്യക്തിപരമായി അത് ഉണ്ടോ? ഈ സിനിമയിൽ അതിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടോ? അല്ലെങ്കിൽ അടുത്ത ഐറ്റം ലോഡിങ് എന്ന് പറയാവുന്ന ഒരു സ്പെഷ്യൽ എലമെൻ്റ് ഉണ്ടോ? നിങ്ങൾ ഈ പറയുന്നത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല. ഞാൻ വന്ന കാലം മുതലേ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അത് മറന്നു പോരുന്നത്. ഇങ്ങനെ എണ്ണി പറയാവുന്ന ഒരുപാട് വ്യത്യസ്തമായ സിനിമ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഓർക്കുന്ന ഈ പറഞ്ഞ കുട്ടുറുമീസ് ആണെങ്കിലും മൃഗയാണെങ്കിലും അതുപോലെ അയ്യർ ദ ഗ്രേറ്റ്, അതുപോലത്തെ ഒരുപാട് സിനിമകളുണ്ട്. ഈ തലമുറയിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. കുറച്ച് ആൾക്കാർക്ക് അതൊക്കെ അറിയാം. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഉണ്ടായിരുന്ന അതേ ആവേശത്തോടു വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അന്ന് നമുക്കെല്ലാം നമ്മുടെ ആഗ്രഹത്തിന് ഒത്തു ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ
ഇങ്ങനെ അങ്ങനെ ഒരു സൗകര്യം നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്കും നമുക്കും അങ്ങനെ ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇത് ഈ സിനിമ കഴിഞ്ഞാൽ എന്താ സിനിമ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുക. ഇപ്പോൾ എന്നുള്ള കുഴപ്പമാണ്. മറ്റേത് വന്നു കഴിഞ്ഞാൽ 2-3 സിനിമകൾ നമ്മൾ തുടങ്ങുമായിരുന്നു. ഇപ്പോൾ ഒരു സിനിമ അടുത്ത് തുടങ്ങാനായിട്ട് ഇങ്ങനെ സമയമെടുക്കുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അതിന് ആൾക്കാർ നമ്മുടെ അടുത്ത് പരാതിപ്പെട്ടിട്ട് വന്നിട്ടില്ല എന്തേ സിനിമയിൽ മരിക്കാമെന്ന്. സിനിമ കൊടുത്താൽ അവരുണ്ടെങ്കിൽ കാണും. അങ്ങനെ വിചാരിച്ചാൽ മതി. നമുക്ക് നേരത്തെ ഈ വിശ്വാസം എന്നൊരു വാക്ക് പ്രയോഗിച്ചു. മുമ്പിൽ വരുന്ന കഥകൾ അല്ലെങ്കിൽ വ്യക്തികൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് വരുന്നു. അപ്പോൾ ഈ കഥയുടെ തിരഞ്ഞെടുപ്പ്, സിനിമകളുടെ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു കഥ, നല്ലൊരു കഥ ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു കഥാപാത്രത്തെ ചെയ്യുക എന്നുള്ളതിനൊപ്പം ഒരു പരസ്പരമുള്ളൊരു ബന്ധവും സൗഹൃദവും ഒക്കെ ഒരു പ്രാധാന്യമായിട്ട് നമുക്ക് എടുക്കുന്നുണ്ടോ? അങ്ങനെ അതിനൊന്നും കഥയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. പിന്നെ പരിചയമുള്ള ആളാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് ബന്ധപ്പെട്ട ഒരാളൊരു കഥയും കൊണ്ടുവന്നാൽ എല്ലാം നമുക്ക് മോശമാണ് എടുക്കാൻ പറ്റും. അത് നമുക്ക് ആർക്കും പറ്റില്ല. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കും നിങ്ങളുടെ ജോലിയിൽ അത് ചെയ്യാൻ പറ്റും. ബന്ധമുള്ള ആളോ പരിചയക്കാരാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഇല്ല. പക്ഷേ സിനിമയിൽ വന്നതിന് ശേഷം ബന്ധപ്പെട്ടവരാണ് കൂടുതലും. നമുക്ക് ഈ ടെർബോ എന്ന പേരിന് എന്താണ് പ്രത്യേകത ഉണ്ടോ? പുള്ളിയായിട്ടത് ഞാൻ ഒന്നുമില്ല. ഈ ഒരു മിരുമിരുപ്പ് എന്നൊക്കെ നാട്ടുപുറത്ത് പറയുന്ന അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് നമ്മളത്. അതായത് ഒന്നുമില്ല, ഒരു എടുത്തിയാട്ട സ്വഭാവമുള്ള ഇതിലെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗാണ് ഞാനിന് മുമ്പ് ഇൻ്റർവ്യൂ പ്രയോഗിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഒരു നാട്ടിലുള്ള ഒരു കഥാപാത്രം പറയുന്നത്, അവൻ 60 പിടിപ്പിച്ച മാതിരി ഉരുണ്ട് കയറി നടക്കുക എന്ന് പറയുന്നൊരു അത്രേ ഉള്ളൂ. വട്ടപ്പേരാ? ആ, ഒരു വട്ടപ്പേര്. അല്ലാതെ വേറെ സംസാരിക്കണേ, ഉത്തരം പറയുന്നുണ്ട്. അതെ, ആള് തെമ്മാടിയോ ഗുണ്ടയോ മാഫിയോ ഒന്നുമല്ല. നമ്മൾ നാട്ടുപുറത്ത് കാണുന്ന വണ്ടി സ്പീഡിൽ ഓടിക്കുന്നതാണ്. അതെ, ഒരു ചേട്ടായി, ജോസ് ചേട്ടായി. അല്ല, നമ്മള് ചോദിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ടർബോ ഇവിടെ നമുക്ക് ടർബോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കണ്ടുവരുന്ന സിനിമകളിൽ ആവേശം മോഡൽ സിനിമകളാണല്ലോ കണ്ടുവരുന്നത്. അതായത് ഒറ്റ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ കറങ്ങുന്നത്. ഇപ്പൊ നായിക എന്നുള്ള സങ്കല്പമൊക്കെ ഏറെക്കുറെ പോയ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ സിനിമയും ഇപ്പൊ ടർബോനെ കുറിച്ച് ഇപ്പൊ ചോദിച്ചപ്പോ ഈ സിനിമയും ഏതാണ്ട് അങ്ങനെ തന്നെയാണോ? ഈ സിനിമയുടെ മെയിൻ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്ന ഈ നായിക. ഇവര് തമ്മിൽ കാമുകന്മാരോ പെങ്ങളോ സിസ്റ്ററോ സഹോദരിയോ പെങ്ങളെ അമ്മയോ ഒന്നുമല്ല. നോ ബന്ധം. പെടുത്തണത് അയാളെ കൊണ്ട്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും നായികക്കാണ് പ്രാധാന്യം. ഓ, സിനിമ, ഡ്രൈവിംഗ്, കൂളിംഗ് ഗ്ലാസ്, ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താണ്? സിനിമ 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 സിനിമ. കൂളിംഗ് ഗ്ലാസ് ഇല്ലെങ്കിലും കാറില്ലെങ്കിലും സിനിമ. കൂളിംഗ് ഗ്ലാസും കാറും ഈ സിനിമ കൊണ്ട് തന്നില്ല. അല്ലെങ്കിൽ നമ്മളെ എത്ര കൂളിംഗ് ഗ്ലാസ് മേടിക്കാനും. മമ്മുക്ക, എൻ്റെ പേര് അശ്വതി എന്നാണ്. ഐ റെപ്രസെൻറ്റ് ഡെൽസെ 90.8 FM, ഒരു റേഡിയോ പ്രസൻറ്ററാണ്. സോ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോടുകൂടെ പറഞ്ഞോട്ടെ. മുമ്പ് മമ്മുക്കയുടെ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് നമ്മളൊരു കാര്യം ഒരുപാട് ആഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് അതിനുവേണ്ടി ഡ്രീം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ റിയലി ഹാപ്പൻ എന്നുള്ളത്. ആൻഡ് നൗ ഐ എം സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു. വേറെ വലിയ ആൾക്കാർ പറഞ്ഞാണ്. അല്ല, മമ്മുക്ക പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ എം സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അതുപോലെ മമ്മുക്ക ഇപ്പൊ എന്നെ നോക്കുകയാണ്, ഞാൻ മമ്മുക്കനെ നോക്കുകയാണ്. യു ആർ ഹിയറിംഗ് മീ. സത്യം പറഞ്ഞാൽ അടുത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ആൻഡ് ഐ ഷുഡ് താങ്ക് സമദിക, ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആൻഡ് മൈ ഓർഗനൈസേഷൻ ആസ് വെൽ ഫോർ ഓർഗനൈസിംഗ് ദിസ് ടർബോയുടെ ഒരു പ്രസ് മീറ്റ് ഓർഗനൈസ് ചെയ്തതിന്. സോ മമ്മുക്ക, എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമ ഇസ് ചേഞ്ചിങ്. ഇപ്പൊ ഒരു നായിക പ്രാധാന്യമില്ല, അല്ലെങ്കിൽ നായിക ഇല്ലാത്തൊരു മൂവി ആണെങ്കിലും, അതല്ലെങ്കിൽ ഇപ്പം 3 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു നമ്മുടെ ബ്രഹ്മയുഗം പോലത്തെ മൂവി ആണെങ്കിലും, അതല്ല ഈവൻ സോങ്സ് ഇല്ലാത്ത മൂവി ആണെങ്കിൽ പോലും നമ്മുടെ മലയാളി ഓഡിയൻസ് വി അക്സെപ്റ്റ് ദോസ് കൈൻഡ് ഓഫ് മൂവീസ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ആസ് എൻ ഓഡിയൻസ് ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. അപ്പോൾ മമ്മൂക്ക ആസ് എൻ ഓഡിയൻ എന്ന നിലയിൽ നമ്മുടെ മറ്റ് മലയാള മൂവീസ് നോക്കുകയാണെങ്കിൽ വാട്ട് ഡു യു ഫീൽ? ഇസ് ഇറ്റ് ദ ഓഡിയൻസ് മാറുകയാണോ അതോ മലയാള സിനിമയാണോ മാറുന്നത്? ഓഡിയൻസ് മാറിയാലും സിനിമ മാറുള്ളൂ. ഓഡിയൻസ് ആണ് സിനിമ മാറ്റുന്നത്. ഒടുവിലത് കാണാതിരിക്കും, നല്ലത് കാണുമ്പോൾ നാച്ചുറലി സിനിമ നന്നാവും. നല്ല ഓഡിയൻസ് ഉള്ളിടത്ത് നല്ല സിനിമ ഉണ്ടാവുള്ളൂ. അതിലൊന്നും തർക്കമൊന്നുമില്ല. നമ്മുടെ ആളുകൾ നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നു, നല്ല സിനിമ കാണാൻ വരുന്നത് കൊണ്ടാണ് നല്ല സിനിമ ഉണ്ടാകുന്നത്. മറ്റു ഭാഷകളിൽ കണ്ടില്ല, അവർക്ക് ഓഡിയൻസിനെ അറിയാത്തതുകൊണ്ടാണ് ചിലപ്പോൾ അവർ പരാജയപ്പെട്ടു പോകുന്നത്. ഓഡിയൻസാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് പതിവ് പൂർണ്ണമായിട്ടും. Just one more question to Mithun Chetan and Rajvi Shetty sir. Of course, നമ്മുടെ നോർമൽ ഒരു വില്ലൻ കഥാപാത്രം എന്ന് പറയുമ്പോൾ നോർമൽ നമ്മൾ കണ്ടിട്ടുള്ളത് കുറച്ച് ജയന്റ് ആണ്, കുറച്ച് ഹെവി ആണ്, അങ്ങനെയൊക്കെ.
ഈ ഒരു വില്ലെന്ന് പറയുമ്പോ ഒറിജിനൽ വില്ലന്മാരൊക്കെ ഇതിനേക്കാളും ചെറുതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് സിനിമയിൽ പരിചയമുള്ള ആൾക്കാർ ചോദിച്ചു നോക്കും നല്ല കൊണ്ടുപോയേക്കാൾ അപ്പൊ നമ്മുടെ പെൻസിൽ മാർക്കുള്ള ആൾക്കാർ പറപ്പിക്കണത്. അതെ, അപ്പൊ വില്ലൻ ഇവിടെ ഷർട്ടും മുണ്ടും ഷോളൊക്കെ ആയിട്ടാണ്. മിഥുൻ ചേട്ടാ, ഇത് വളരെ പെർപ്പസ്ഫുള്ളി ചെയ്തൊരു കാര്യമാണോ? അതേപോലെ തന്നെ വൺ മോർ തിങ്, രാജ്ബി ഷെട്ടി സാറിന് മുമ്പ് കണ്ടപ്പോ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമായിരുന്നു, നീവു ഹെഗിത്രേ പഠിച്ചിട്ട് വന്നതാണെന്ന് മറന്നുപോയി എന്ന് ചോദിച്ചപ്പോ. എന്തുകൊണ്ട് ഇദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യുന്നുള്ളതിന് എനിക്ക് ഒറ്റ മറുപടി ഉള്ളൂ, ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഇയാളെ കണ്ട് ഭ്രമിച്ചിട്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. ലളിതമനെ കണ്ട് നമ്മൾ ഇങ്ങനെ ആരാണ് ഇയാളെന്നുള്ള അന്തം വിടലിലാണ് ഇദ്ദേഹത്തെ നമ്മൾ ഈ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത്. ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു സിനിമ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. കാരണം അദ്ദേഹം ചെയ്ത സിനിമകളുടെ പാറ്റേൺ നമുക്കറിയാലോ. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ ചിത്രത്തിലേക്ക് ക്ഷണിച്ചത്. ബാക്കി ഇദ്ദേഹം പറയട്ടെ. ഈ ഒരു കോസ്റ്റ്യൂമിന് കൂടെ ഇത് ഇദ്ദേഹം ഇപ്പൊ നമ്മൾ വില്ലന്മാരെ പല രീതിയിൽ ക്യാരക്ടർ അധികം പറയുന്നില്ല, പല രീതിയിൽ വില്ലനായിട്ടല്ലേ ഇങ്ങനത്തെ ഒരാള്. അതെ, നമുക്ക് പക്ഷേ അയാള് നമ്മൾ പറയുന്ന പോലെ അല്ലെങ്കിൽ അത്ര നന്മകളായിരിക്കില്ല, അയാളുടെ ഭാഗത്ത് അയാളുടെ റൈറ്റാണ്. അതെ. അപ്പോൾ കോസ്റ്റ്യൂം നമ്മൾ ഒരു ഇദ്ദേഹത്തിന് കണ്ടില്ലാത്ത സ്യൂട്ട് കൊടുക്കണോ പാൻറ് കൊടുക്കണോ എന്നൊക്കെ ആലോചന ഒരു കാര്യം ചെയ്യാൻ നമുക്ക് മുണ്ടും ഈ പറഞ്ഞ പോലെ ഒരു ഷർട്ടും ഹെലികോപ്റ്ററിൽ പറഞ്ഞാൽ കോൺട്രാസ്റ്റ് പിടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഒരു തുണ്ടും ഒക്കെ കൊടുത്ത് അങ്ങനെ കോൺട്രാസ്റ്റ് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈശാഖനെ നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ വൈശാഖൻ കോസ്റ്റ്യൂം ഒക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ആക്ച്വലി നടക്കുന്നത് ആ കോസ്റ്റ്യൂമിലാണ്. കളർ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ അത് ഇദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം വളരെ യാദൃശ്ചികമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തതിൽ ആയിപ്പോയതാണ്. സ്വന്തം കോസ്റ്റ്യൂം തന്നെയാണ് അപ്പൊ യൂസ് ചെയ്തത്? മമ്മൂട്ടി റിച്ചാണ്. ഒരു വാക്ക് പഠിച്ച് കംപ്ലീറ്റ് കാസർഗോഡ് ജനം എല്ലാം ഉണ്ട്. അവിടെ ഒരു അലിദ്രയുണ്ട്, ഇവിടെ ഒരു ഇലിദ്രയുണ്ട്. ഇനിയിപ്പോ എല്ലാരും കൂടെ കാസർഗോഡേക്ക് പോലെ. ഞാൻ കന്നഡ സിനിമ കുറെ കണ്ടിട്ടുണ്ട്. മിക്കതും കമേഴ്സ്യൽ സിനിമകളായിരുന്നു അന്ന് കണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് ഉപേന്ദ്രയുടെ ഓമാണ് ആ ഒരു കാലത്ത് ചെറിയൊരു മാറ്റം വരുത്തിയ ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. പിന്നീട് നിങ്ങളുടെ രാജ്ബി ഷെട്ടിയുടെ ഋഷഭ് ഷെട്ടിയുടെ സിനിമയാണ്, ഒരു മൊട്ടൈ കഥ ആണ് താങ്കൾ ആദ്യമായിട്ട് വന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ കന്നഡ സിനിമയിൽ ഉണ്ടായല്ലോ, അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനു മുമ്പ് ആക്ച്വലി പവൻകുമാർ ഒരു പടം ചെയ്തിട്ടുണ്ട്, ലൂസിയ പറഞ്ഞിട്ട്. പിന്നെ ഹേമന്ത് റാവു ഗോതിമണ സാധാരണമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോൾ V3, Rakshit Rishabh and me, we are actor and directors and writers. That is the reason we get a lot of credit that we don't deserve, because others have worked also. But we get the credit because actors, because that's a industry where actors get a little more importance than the other technicians. I think it's because when people from non-filmy background come to the industry, they have a original or new story to tell because of the place they are from and because of the culture they have lived in, and they believe in it and the stories change. I think that is one reason maybe presently the changes are coming. I don't think that's we can do better. We can do a lot more aggressively in writing and everything, but yeah, we need a little time. How far Malayalam films receiving in Kannada? Very well, very well. For example, Avisham was a super duper hit, and Premalu was a very good hit, and Manjumal Boys received very well, and even with the Turbo, the enquiry for the distribution is very good there, and it is gone, sir. I think it's not anymore language cinemas. It is about good cinemas or bad cinemas. If it is good, it will be received in Chennai and Telugu speaking states as well. So if it is bad, it is not at all received in your own state. I think that is the only criteria right now. Hi Anjana, എൻ്റെ വസന അഞ്ജനയോട്. ഹായ് മേഘ. അഞ്ജന, ഇപ്പോൾ ഫഹദ് കഴിഞ്ഞു, നെക്സ്റ്റ് നമ്മുടെ മെഗാസ്റ്റാറിനോടെയാണ് ഒരു മൂവി എന്ന് പറയുന്നത്. അഞ്ജനയെ സംബന്ധിച്ചിടത്തോളം അതൊരു ആക്ടിങ് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു ടർബോയിൽ ആക്ടിങ് എക്സ്പീരിയൻസ് വിത്ത് മെഗാസ്റ്റാർ? എവിടുന്ന് തുടങ്ങണമെന്ന് ആലോചിക്കുക.
ഓഫ് കോഴ്സ് എല്ലാ മലയാളികളെ പോലെയും ഓക്കെ ഷാജ 12th വരെ ഷാജയിലായിരുന്നു പഠിച്ചതും. എല്ലാ ആക്ടേഴ്സിൻ്റെ ഡ്രീമാണ് ഒരു മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുക, ഇത്രയും സീനിയോറിറ്റി, ഇത്രയും ലെജൻഡറി ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കുക. ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ ഒരു എന്താണ് ഒരു സ്റ്റാർ സ്ട്രക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാ മലയാളികളും ചെറുപ്പം തൊട്ട് കണ്ട് വളർന്ന ഒരാളാണ്. പക്ഷേ ആക്ടിങ് സീൻസിലോട്ട് നമ്മൾ സീൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജോസും ഇന്ദുലേഖയും ആയി മാറി. അപ്പോൾ ഞാൻ രാജു പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ ആക്ടേഴ്സിനെയും കംഫർട്ടബിൾ ആക്കുന്ന ഒരു ആളാണ്, സജഷൻസ് പറയുന്ന ഒരാളാണ്. ഇപ്പോൾ ലുക്സ് സസ്റ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഡയലോഗ് കുറച്ചുകൂടെ നീട്ടി പറയുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളാണ്. ഹീസ് വെരി ഓപ്പൺ ടു കോൺവെർസേഷൻസ്. അപ്പോൾ എന്താണ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വഴക്ക് കിട്ടിയിട്ടുണ്ടോ? ഷോർട്ട് ടെമ്പേർഡ് ഇല്ലല്ലേ? എനിക്ക് വെറുതെ പറയുന്നതല്ലേ? അല്ല വെറുതെ പറയുന്ന അങ്ങനെയൊന്നുമില്ല. ഒരു ക്ലൈമാക്സ് ഒരു പോർഷനിൽ എനിക്ക് ചെറിയ പിച്ചെന്ന് പറയാനല്ല, ഇങ്ങനെ ഇങ്ങോട്ട് നോക്കാനല്ലേ പറഞ്ഞത്, എന്തിനാ അങ്ങോട്ട് നോക്കി അങ്ങനെ ഒരു Mine is different. Okay. So sir was a little angry because when you do fights and all, it is very normal because it's very hard work as well, and it was very late night. And he was speaking to someone with the same tone, and I didn't know what to do. I'm standing, and there is chair, and I'm standing, and I don't want to sit. Okay, and he sat, and I didn't want to go next to him, and I'm just like acting as if like I'm looking around, and he said like, "What are you doing?" No sir, I'm like, "Sit." Okay. But he was teasing me. He was not scolding me, and I'm like, okay, thank you. മിഥുന് കിട്ടി, ഇനി സിനിമ കഴിഞ്ഞിട്ടായിരിക്കും. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ പറയാനാണോ? പറഞ്ഞു. വേറൊരു കാര്യം, ഇപ്പൊ നിങ്ങൾ ഈ പുതിയ ആളുകളോടൊക്കെ മമ്മൂക്കയോടുള്ള അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റേ പുതിയതായിട്ട് ഒരു ക്യാമ്പസിലേക്ക് വരുമ്പോഴത്തേക്കും അവരെ റാഗ് ചെയ്യാൻ നിൽക്കുന്ന സീനിയറിനെ പോലെ നിൽക്കുന്ന ഒരാളൊന്നുമല്ല മമ്മൂക്ക. ഇവരെ പരമാവധി ഇവർ പറഞ്ഞ പോലെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ധൈര്യം കൊടുത്ത് അവരുടെ മാക്സിമം ഔട്ട് കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് മാത്രം ഇവിടുന്ന് പറയുകയാണ്. ഇവരെ കൂടെ അഭിനയിച്ചപ്പോ എന്റെ എക്സ്പീരിയൻസ് എന്താ ചോദിക്കാം? ഞാനത് ചോദിക്കാൻ റിവേഴ്സ് ചെയ്യാൻ വരികയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മമ്മൂക്ക ഇവരുടെ കൂടെ അഭിനയിച്ചപ്പോഴത്തേക്കും? നല്ല സ്വീറ്റ് ആൾക്കാർ, നല്ല ആൾക്കാരാ, ഒരു ജാടയും ഇല്ല, ഒരു അഹങ്കാരവും ഇല്ല.